വെൽക്കം ബാക്ക് ഗൈസ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലൊക്കെ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നും എന്തൊക്കെയോ കുക്ക് ചെയ്യുന്നുണ്ട്, തുടങ്ങിയിട്ടുണ്ട് അവന്മാർ. ഞാനൊന്ന് എണീറ്റ് ഒന്ന് പുറത്ത് പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നു. നമുക്കിനി കിച്ചണിലേക്ക് കിടക്കാം. കിച്ചണിൽ കുറച്ച് പരിപാടികളുണ്ട്. കിച്ചണിൽ നമ്മുടെ പിള്ളേർ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് എന്താണ് മുബഷിറേ നമ്മുടെ സ്പെഷ്യലി? ചിക്കൻ കറി പിന്നെ എന്ത്? ചിക്കൻ കറിയും കോയിൻ പൊറാട്ടയാണ്. നമ്മുടെ കൂടെ മുബഷിറുണ്ട്, മിസ്റ്റർ മഹറൂഫും ഉണ്ട്, ചേർന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഓ ഹായ്, പൊളിച്ച് അല്ലോ പറവള്ളി തൊപ്പിയൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. എന്താണ് ഇൻ്റെ പണി? എന്താ കാണുന്നില്ല? ജ്യൂസ് ഉണ്ടാക്കാം, മേടിച്ചാ അത് സെറ്റാക്കാം. എന്തൊക്കെയാണെന്ന്? ആപ്പിളുണ്ട് എൻ്റെ അടുത്തുണ്ട്, പക്ഷെ പാലില്ലല്ലോ. ഓ ഗാഡ് പൊളിക്കും. എന്താ വേറെന്താ? എന്തേ മേടിക്കണ? റിയാദ് വന്നിട്ടില്ല. കാര്യമായ ഫണ്ട് ട്രാൻസ്ഫർ എന്തോ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫണ്ട് ട്രാൻസ്ഫറാണ് ആ ചേട്ടൻ്റെ മെയിൻ പരിപാടി. അപ്പോൾ പാറപ്പള്ളി എന്താണ് ചെയ്യുന്നത് ഇപ്പോൾ? കോയിമുട്ട ഇട്ടുന്ന എന്താ പൊരിക്കടിയാ? അത് കസറും. ഓ മറ്റേ ഇതാണോ? മുട്ട റോസ്റ്റ് ആണോ? കായം തേക്ക് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ല. ആ അതാണോ? ഓക്കേ, പറഞ്ഞാ മനസ്സിലാവേണ്ടത്. അപ്പൊ ഇന്ന് ചിക്കൻ കറിയും പിന്നെ കോയിൻ പൊറാട്ടയും ഓരോ കോയിമുട്ട വെച്ചു, പിന്നെ ജ്യൂസും. ജ്യൂസ് നമ്മള് നട്സ് ഉണ്ട്, ഒക്കെ റെഡിയാ. ഫ്രൂട്ട്സ് ആയിട്ട് കുറച്ച് അനാറും വെക്കാം. അനാറുണ്ട്. അങ്ങനെ ഉള്ളി വയറ്റിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഈ ഉള്ളി ഒന്ന് വാടിയതിന് ശേഷം, ഇത് ചിക്കൻ കറിയാ? ചിക്കൻ കറി ഇത്ര സമയം കൊണ്ടോ ആവുമോ? പാറപ്പള്ളിയുടെ സ്പെഷ്യൽ എന്താണെന്ന്? ചായ സ്പെഷ്യലിസ്റ്റ് പാറപ്പള്ളി ഫ്രം കണ്ണൂർ, കാനിങ്ങാട്, ഗേസർഗോഡ്. കായം തേച്ച മുട്ടയ്ക്ക് വേണ്ടി മുട്ട ഇവിടെ പിന്നെ പുഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 1 2 3 4 5 6 8 മുട്ട വെച്ചിട്ടാണ് കായം തേച്ച കോഴിമുട്ട എന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഗൈസ്. എന്ത് മുട്ട റോസ്റ്റോ? അത് ശരി ഗൈസ്, ഇവരുടെ ചിന്താഗതി എന്ന് പറയുന്നത് മാസം മാറുന്ന പോലെയാണ്. ഇപ്പോൾ മുട്ട റോസ്റ്റിലേക്ക് പോയി. എടാ ചിക്കൻ കറി അല്ലടാ ടേസ്റ്റി. ചിക്കൻ കറി അല്ലേ പിന്നെയും നമുക്ക് കിട്ടുള്ളൂ. ചിക്കൻ റോസ്റ്റാ എങ്ങനെ? ചിക്കൻ കറി ആവുമ്പോൾ എന്താണെന്നറിയോ? ആ കോയിൻ പൊറാട്ടയും കഴിഞ്ഞ് കഴിഞ്ഞാൽ കറി ബാക്കി ഉണ്ടാവും. എങ്ങനെയുണ്ട് മനസ്സ് മാറ്റിയത്? എന്നാ റോസ്റ്റ് ഇല്ല. സമയം 5:58. ഗൈസ് ഇപ്പോൾ നമ്മുടെ പെട്ടെന്ന് വിത്തിൻ മിനിറ്റ്സ് അഗെയിൻ മാറിയിട്ടുണ്ട്. പെപ്പർ ചിക്കൻ അല്ലേ? പെപ്പർ കണ്ടപ്പോൾ പെപ്പർ ചിക്കനിലേക്ക് മാറിയിട്ടുണ്ട്. ഒരു പ്രശ്നമില്ല, മുളക് വാരി എറിഞ്ഞിട്ടുണ്ട്. ഇങ്ങനത്തെ എടുത്തോണ്ടാ തൂറ്റൽ പിടിച്ചില്ലെങ്കിൽ ഇതേ വാരി വിതറുണ്ട് ഗൈസ്. അല്ല ഞാൻ ചോദിച്ചോട്ടെ, എത്ര കൊല്ലമായി താങ്കൾ കുക്കിങ്ങിൻ്റെ സിരകളിൽ പാതയിലൂടെ കടന്നു പോകുന്നത്? അപ്പൊ പെപ്പർ ചിക്കനിലേക്കാണ്. വേറെ ഇത് പൊടിച്ചിട്ട് ഇതിപ്പോ പൊടിച്ചിട്ടാ പാറപ്പള്ളി ഗായ്സ്. പാറപ്പള്ളി ഇതാ നമുക്ക് വേണ്ടിയിട്ട്, എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു കുടം ചായ ഉണ്ടാക്കാൻ പോവുകയാണ്. ചായയുടെ പേര്
ചായ. ചൂടുവെള്ളം ഒഴിച്ച് അതിനെ പാനീയമാക്കി മാറ്റുകയാണ് അല്ലേ? എന്താ 6 മണിയായിട്ടോ? 6 ഇതെന്താ പെപ്പറേറ്റ് മുളകിൻ്റെ ആവശ്യമില്ല. റിയാദുൽ കുനിയ സാർ ഇന്ന് കിച്ചണിലേക്ക് എൻ്റർ ചെയ്തിട്ടില്ല. എന്നാൽ അതുകൊണ്ടാണ് ഇന്ന് സെറ്റപ്പ് ആയി തോന്നുന്നുണ്ട്. ആദ്യമായി എമ്പൂര അതാണോ? അതാണിപ്പോൾ ഇതുള്ളൂ. സുബ്ഹാനല്ലാഹ് അതാണോ? നിസഗരി അതല്ലേ? നിസഗരിസ ഗമ 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 ഗ. ഹലോ 6:09 6:09 റിയാദെ. ഗൈസ് ഞങ്ങളുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ജ്യൂസ് റെഡിയായി, പിന്നെ ഞങ്ങളുടെ ചായ റെഡിയായി, മുട്ട റോസ്റ്റ് റെഡിയായി, പിന്നെ പൊറോട്ടകൾ റെഡിയായി, മുട്ട പൊരിച്ചത് റെഡിയായി. മുട്ട പൊരിച്ചത് കണ്ട, ഓ സീൻ മുട്ട. വേറൊരു കാര്യമുണ്ട്, ഗ്ലാസ്സില്ല കേട്ടോ. മറ്റേ ഇതെല്ലാം ഉണ്ടാ? ആ എടാ ഇതിന് മുകളിൽ നിർത്താ. എത്ര വേണ്ടി ഇതിന് മുകളിൽ ഗ്ലാസ്സിൻ്റെ എടുത്തോ. ഗ്ലാസ് എല്ലാം എടുത്തോ. മിക്കവാറും ഗ്ലാസ്സില്ലാതെ ഭ്രാന്തായി പോവും. പക്ഷേ എൻ്റെ ഗ്ലാസ് പൊട്ടിൻ്റെ ശരി, ഞാൻ ഗ്ലാസ് ഇല്ലാത്തവനായി പോയല്ലോ. എടാ എൻ്റെ ഗ്ലാസും പൊട്ടി, ഞാൻ ഗ്ലാസ് ഇല്ലാത്തവനായി പോയി. ഇപ്പോൾ അത് സാറില്ല. അല്ല അതല്ല ഇടാൻ ഇതില്ല, എന്താ പറയാ, പാരാൻ ക്ലാസ്സില്ല. അയ്യോ അങ്ങനെ ക്ലാസ് കിട്ടിയിരിക്കും. അത്രമാൻ കുറച്ച് പൊറാട്ട സംഭാവന ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇനി വെള്ളം ഗൈസ്. ഇതാണ് ഞങ്ങളുടെ കോയും പൊറാട്ടയും ചിക്കൻ പീസും. എല്ലാവരും ഉണ്ട്. നിഖിലും ഉണ്ട്, വിനീതേട്ടനും ഉണ്ട് നമ്മളുടെ കൂട്ടത്തിൽ ചേർന്നിരിക്കുന്നു. നിഖിലാണ് വിനീതേട്ടൻ. ഒരു അങ്ങനെ ഇത് വയ്യ. ഞങ്ങളുടെ ജ്യൂസ് റെഡിയാണ്. എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടാ? ഞാൻ കഴിച്ചിട്ടില്ല. പാറു കൈസാ ഹേ? സെറ്റാ? മസാലക്കൂട്ടാണ് പൊളി. ടേസ്റ്റ് ഉണ്ടാ? എങ്ങനെയുണ്ട്? കിളി ഇതേ ഷെഫ് കഴിച്ചു നോക്കിയാ? താങ്ക്സ്. ഞാനും കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ട് ഇത്. അതെ എനിക്ക് 2 പീസ് വന്നിട്ടുള്ളൂ. 3 പീസ് ഉണ്ടല്ലോ. സംഭവം ഉണ്ട് കേട്ടോ, സംഭവം ഉണ്ട്, ടേസ്റ്റ് ഉണ്ട് കേട്ടോ അല്ലേ? അത് കൊണ്ടുവന്നതിനെ കൊണ്ട് 3 മാറ്റി വെച്ചു വേഗം. അതെന്നാ മനസ്സ്. ഞാനൊരു വലിയ പൊറോട്ടയും ഒരു ചെറിയ പൊറോട്ട എടുത്തു. വലിയ പൊറോട്ടയ്ക്ക് ചെറിയ പൊറോട്ടയ്ക്ക് ഒരു കിടില ടേസ്റ്റ്. ഇനി വലിയ പൊറോട്ടയ്ക്ക് എങ്ങനെയുണ്ട് നോക്കാം. വലിയ പൊറോട്ടയ്ക്ക് ഇതിങ്ങനെ എടുക്കുക, ഇതിങ്ങനെ ഇതും ജ്യൂസും കൂടി എങ്ങനെ നോക്കട്ടെ. ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ കുടിക്കുക. അതെ ORX മിസ്സായിട്ടുണ്ടോ എന്നൊരു ഡൗട്ട്. സാധനം എങ്ങനെയുണ്ട്? സീനാണ്. ഇഷ്ടപ്പെട്ടാ? ചിക്കനാ ടേസ്റ്റ്, പൊറോട്ട ടേസ്റ്റ്? അടുത്തായി പാറപ്പള്ളിയുടെ ചായ. പാറപ്പള്ളിയുടെ ചായ എങ്ങനെയുണ്ട്? ചായപ്പള്ളിയുടെ ചായ എങ്ങനെയുണ്ട്? കുടിക്ക്. ഉണ്ട്. എത്ര മണിയാ പാറുവിൻ്റെ ചായ എങ്ങനെയുണ്ട്? പാറുവിൻ്റെ ചായ എങ്ങനെയുണ്ട്? എത്ര മണി? പാറുവിൻ്റെ ചായ കുടിച്ചോട്ടെ ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മുടെ നോമ്പ് തുറന്നു. ഇനി എന്താ പരിപാടി? ഇനി കുറച്ച് പരിപാടികളുണ്ട്. പരിപാടികൾ പറ്റുമെങ്കിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ കാണിക്കും, അല്ലെങ്കിൽ ഇതോടെ ഇവിടെ നിർത്തും. ഇനി നമ്മളടുത്ത പരിപാടി
ഞാനൊന്ന് ചെറുങ്ങനെ ഫ്രഷായി. ഇനി അടുത്ത പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ താടി ഒന്ന് സെറ്റാക്കണം. നാളെ പെരുന്നാളായിട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വക ഈദ് മുബാറക്ക്. ആദ്യം തന്നെ ഇനി നമ്മുടെ പരിപാടി നേരെ പോയിട്ടുണ്ട് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഹലാക്കായി കിടക്കണ ഈ താടി ഉണ്ടല്ലോ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാനിപ്പോൾ മുടി വെട്ടാൻ വന്നിരിക്കുന്നത് നമ്മൾ ഡെയിലി പോകുന്ന ബാർബർ ഷോപ്പിലാണ്. ഒരു ബംഗാളിയാണ്. 2 വർഷമായിട്ട് എൻ്റെ തലം മുന്തിയൊക്കെ റെഡിയാക്കി വെക്കണത് ഈ ചെക്കനാട്ടോ. വന്നിരുന്ന പാടന്നെ ഓനോട് ചോദിച്ചിലും പറലൊന്നും ചെയ്തില്ല. നേരെ മൂക്കുമേണ്ടി തന്നെ ഒട്ടിച്ചിട്ട് എന്നെ ലോക്കാക്കി. പെരുന്നാൾ ഞായറാഴ്ച ആവുന്ന ഞാൻ ഉറപ്പിച്ചുകൊണ്ട് ഞാൻ ഓൾറെഡി സൺഡേ ഇവനെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ വന്നിരുന്നതുകൊണ്ട് അത്രമാനാകെ അന്തപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ വന്നിരിക്കാൻ പറ്റും. അല്ലെങ്കിൽ അന്തിപ്പാതിരാക്ക് ഇവിടെ ചേരി നോക്കിയിരിക്കേണ്ടി വന്നേനെ. ഓൻ എപ്പോഴും എന്നൊരു സുന്ദരക്കുട്ടപ്പനാക്കി എൻ്റെ ഷോ എന്നോട് ചോദിച്ചു, ഇത് അറബിൻ്റെ എഞ്ചിനാണോ? ഞാൻ നീച്ചപാട് അബ്ദോടെ കയറിയിരുന്നു. ഇന്നത്തെ ഹീറോകൾ ഇവരാട്ടോ. ഇവരും ഇറച്ചി വെട്ടുകാരൊക്കെയാണ് ഇന്നത്തെ ഹീറോസ്. ഇവന് കോള് വരിക, കത്തിരിക്കടുത്ത് വെട്ടുക, കോള് വരിക, മെസ്സേജ് വരിക, ഇതന്നെ പരിപാടി. അദ്രമാൻ വിരാട് കോഹ്ലിന്റെ ഫാൻ ആയതുകൊണ്ട് അദ്രമാനെ വിരാട് കോഹ്ലിന്റെ അതേമാതിരി ആക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അവരെ വിരാട് കോഹ്ലിന്റെ ഒരു 5 മാറ്റിയിട്ടുണ്ട് അദ്രമാനെ. ഗൈസ്, നമ്മളെ അടുത്ത പരിപാടി നമ്മളിത് ഇപ്പം എത്തിയിരിക്കുന്നത് അബുദാബിയിലെ മദീനത്ത് സയ്യിദ് എന്ന് പറഞ്ഞ ഷോപ്പിംഗ് സെന്ററിലാണ്. അബുദാബിയിലെ 90% മലയാളികളും ഇന്ന് ഇതിൻ്റെ അകത്ത് കാണും. അമ്മതിൻ്റെ തിരക്കുണ്ട് ഇവിടെ. ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് ഞങ്ങളുടെ ചങ്ക് നിൽക്കുന്ന ഒരു ഷോപ്പാണ്, ഡെലിവറി എന്ന് പറയും, കാസർഗോഡിയൻ ചങ്ക്. അപ്പോൾ ഞങ്ങൾ അവനെ കാണാൻ വന്നാണ്. വന്നു കഴിഞ്ഞാലാണ് ഞങ്ങൾക്ക് വില കുറച്ചൊക്കെ സാധനങ്ങൾ കിട്ടുള്ളൂ. അവൻ ഞങ്ങളെ കണ്ട് നൈസായിട്ട് അങ്ങോട്ട് മുങ്ങി കളപ്പാന്നി. എനിക്കൊന്നും എടുക്കില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് നേരം പുറത്ത് നോക്കി തൊള്ളി നോക്കിയിട്ട് അങ്ങനെ നിന്നു. തിരക്ക് കൂടുന്നത് കണ്ടപ്പോൾ പെട്ടെന്ന് ഡ്രസ്സ് എടുത്ത് ഓടാനുള്ള തന്ത്രപ്പാടിലേക്കായി ഞങ്ങളുടെ പ്ലാൻ. ഇവൻ കാരണം ഞങ്ങളുടെ പെരുന്നാളിൻ്റെ പർച്ചേസ് ഞങ്ങൾ ഭംഗിയായി തീർത്തു. അടുത്ത മാസം പുതിയ ഫ്ലോ ആകാൻ പോകുന്ന ഞങ്ങളുടെ സ്വന്തം ഞങ്ങളുടെ സ്വന്തം ഏച്ച് പെരുന്നാളായാലും ഇങ്ങനെ ആവണം. ഉള്ളിലും തിരക്ക്, പുറത്തും തിരക്ക്, എല്ലായിടത്തും തിരക്ക്. അപ്പോൾ ശരി ഗൈസ്, നാളെ പെരുന്നാസ്കാരം കഴിഞ്ഞിട്ട് കാണാം.